ഈ അടിസ്ഥാനത്തിൽ ഇപ്പം ഞാൻ വെള്ളത്തിൽ മുങ്ങി മരിക്കാൻ പോവാണ്. ആ സമയത്ത് ഞാൻ രക്ഷിക്കണേ എന്ന് വിളിച്ച ആ വിളിയിൽ കരയിൽ ഒരു ജിന്നുണ്ട് എങ്കിൽ എന്നെ രക്ഷപ്പെടുത്തട്ടെ എന്ന് വിളിച്ചാൽ ആ വിളിയുടെ ഹുക്കം എന്താണ്? യഥാർത്ഥത്തിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഈ ഒരു വിളി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ വെള്ളത്തിൽ മുങ്ങേണ്ട ആവശ്യമില്ല. അല്ല, സ്വാഭാവിക സംഭവിക്കുന്ന കാര്യമാണല്ലോ. കരക്കാണെങ്കിൽ എന്താ വിധി? അല്ല, ആ വിധി എന്താണ്? അയാൾ വെള്ളത്തിൽ മുങ്ങിയിട്ടില്ല വിചാരിക്കുക, അയാൾ കരക്ക് ഞാൻ വെറുതെ ഇവിടെ ഇരിക്കുകയാണ്. എനിക്കിപ്പോ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? മുതത്തൊറിന്റെ വിളിയാണല്ലോ, ദുരിതത്തിലകപ്പെട്ട ആളുടെ വിളി. ഞാൻ ഇവിടെ ഒരു പ്രതിബന്ധം എനിക്കിപ്പില്ല, ഒരു ഇൽത്തിറാറും എനിക്കില്ല. ഞാൻ ഇവിടെ എന്നിട്ട് എന്ത് പറഞ്ഞു? പഠിച്ചവനെ ദോഷം പൊറുക്കണേ. ഇത് ദുആയല്ലേ? ഇത് ദുആയാണല്ലോ. ഇവിടെ എന്തില്ല? ഈ പറഞ്ഞ ഇൽത്തിറാറൊന്നുമില്ല, സന്നിഗ്ധ ഘട്ടമല്ല, ഒന്നുമില്ല, ഒരു പ്രതിസന്ധിയും ഇല്ല. ആ സമയത്തും ദുആ തന്നെയാണ്. അത് പ്രതിസന്ധി ഘട്ടത്തിലും ദുആ തന്നെയാണ്. ആ പ്രതിസന്ധി ഘട്ടത്തിൽ ഒരാൾ റബ്ബേ എന്ന് വിളിക്കേണ്ട സ്ഥാനത്ത് ജിന്നെ എന്ന് വിളിച്ചാൽ ശിർക്ക് തന്നെയാണ്. അല്ല, ഞാൻ ഉദ്ദേശിക്കുന്നത് കരയിൽ സുഖരിയ മൗലവിന്റെ അതേ പദങ്ങൾ, അഥവാ കരയിൽ ഒരു ജിന്നുണ്ട്, അവൻ കഴിയുമെങ്കിൽ എന്നെ രക്ഷിക്കട്ടെ എന്ന ഉദ്ദേശത്തിൽ. അപ്പൊ കരക്കാണെങ്കിലും ആ ഉദ്ദേശത്തിലാണ്. ഇപ്പൊ ഞാൻ വീണ് പോവാണ്, ആ വീണ് പോകുന്ന സമയത്ത് അപ്പൊ ആ സമയത്ത് ഒരു ജിന്നുണ്ട് എങ്കിൽ അവൻ എന്നെ രക്ഷിക്കട്ടെ എന്ന് എന്റെ ആ വിളിയിൽ ഞാൻ ഉദ്ദേശിച്ചാൽ അതിന്റെ ഹുക്കം ശിർക്കാണോ അതല്ല ഹറാമാണോ? അത് യഥാർത്ഥത്തിൽ ഒരു ഇൻസിനെ ഉദ്ദേശിച്ചാൽ ഹുക്കം എന്തായിരിക്കും? ജായിസാണ്. എന്തുകൊണ്ട് ജായിസ? എന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിൽ. ആ ആയത്ത് ഇല്ലെങ്കിൽ ജായിസാവൂലേ? ആയത്ത് കൊണ്ടാണ് നമ്മള് പിന്നെ മദനിയായ ആയത്താണ്, സൂറത്ത് ബഖറയിലാണ്, അല്ല സൂറത്ത് മാഇദയിലാണ്. ഈ ആയത്ത് ഇറങ്ങുന്നതിന് മുമ്പ് ഈ വിളി പാടില്ല എന്നാണോ? പാടില്ല എന്നല്ല, സ്വാഭാവികമായി മനുഷ്യന്മാർ തമ്മിലുള്ള അഥവാ കാര്യകാരണ ബന്ധങ്ങൾക്ക് ഉള്ളിലുള്ള വിധി അഥവാ മനുഷ്യൻ വിളിക്കുന്ന. എന്നാൽ ജിന്നിനെ സംബന്ധിച്ചിടത്തോളം ഇവൻ ഈ പറഞ്ഞ അഥവാ ഇപ്പൊ നമ്മൾ പറഞ്ഞില്ല വെള്ളത്തിൽ മുങ്ങി മരിക്കാൻ പോകുമ്പോഴുള്ള വിളി, അത് മൗലവി പറഞ്ഞു കൊണ്ടുവരുന്നത് അത് വസീലത്ത് ശിർക്കുന്ന അല്ലെങ്കിൽ ശിർക്കുന്ന നിങ്ങൾ പറയേണ്ട. അപ്പൊ സക്കരിയ മൗലവി പറഞ്ഞിട്ടുള്ള വസീലത്തിൽ ശിർക്കുന്നാണ്. ഈ അടിസ്ഥാനത്തിൽ അപ്പൊ ഞാൻ വിളിക്കുകയാണ് എങ്കിൽ മൗലവിന്റെ അഭിപ്രായത്തിൽ അത് ശിർക്കാണോ അല്ല വസീലത്ത് ശിർക്കാണോ? അതിനാണ് ഞാൻ തിരിച്ചു ചോദിക്കുന്നത്. കാരണം ഇത് ഉദ്ദേശം മനസ്സിലാവണല്ലോ. സാധാരണഗതിയിൽ വെള്ളത്തിന് മുങ്ങുമ്പോൾ മുൽത്തൊറാണ്. മുൽത്തൊറിന്റെ വിളി സാധാരണഗതിയിൽ ദുആ ആണ്. മുൽത്തൊറിന്റെ വിളി ദുആ ആണ്. ആ ദുആ ആരോടായാലും എല്ലാ വിളിയും ദുആ ആവും. കാരണം രക്ഷിക്കണേ എന്ന് വിളിക്കുമ്പോൾ ഉറക്കെ വിളിച്ചാൽ ആ വിളി എല്ലാം പ്രാർത്ഥന ആവില്ല. അതിൽ പടച്ചോനെ ഉദ്ദേശിക്കുക. അതുപോലെ ഇപ്പൊ പറഞ്ഞ കരക്കാരെങ്കിലും ഉണ്ടെങ്കിൽ ഇനിയിപ്പോ പുതിയ ഒരു ചിന്താഗതി എന്ന രൂപത്തിൽ ആൾക്കാരൊക്കെ മനസ്സിലതുണ്ടല്ലോ. കാരണം ഇതുവരെ ഇല്ലാത്തൊരു ചിന്താഗതിയാണ്. അതുകൊണ്ട് ഇപ്പൊ ഉണ്ടാവും സ്വാഭാവികമായിട്ടും ജിന്നും രക്ഷപ്പെടുത്തുകയാണെങ്കിൽ രക്ഷപ്പെടുത്തട്ടെ എന്ന ഒരു ഉദ്ദേശം കൂടി ഉണ്ടായാൽ എന്താണ് ഇത്? അപ്പൊ മുൽത്തറായ മനുഷ്യന് ദുആ അല്ലാത്തൊരു വിളി ഉണ്ട് അല്ലേ? മുൽത്തറായ മനുഷ്യന്, പ്രതിസന്ധികൾക്കകപ്പെട്ട മനുഷ്യന് ദുആ അല്ലാത്തൊരു വിളി ഉണ്ട്. ഈ ദുആ അല്ലാത്ത വിളി റബ്ബലത്തേക്ക് പോയാൽ ശിർക്ക് വരുമോ? റബ്ബല്ലാത്ത ദുആ അഥവാ ദുആ എന്ന് പറഞ്ഞ നിങ്ങൾ പറഞ്ഞ ഇപ്പൊ മൗലവി ഇവിടെ പറഞ്ഞു മസ്തജാബുലക്കും, അവർക്ക് നിങ്ങൾ അവർ കേട്ടാൽ തന്നെ നിങ്ങൾക്ക് ഉത്തരം നൽകുകയില്ല എന്ന് പറഞ്ഞു. അതിൽ ജിന്നെ ഈ സഹായിക്കുന്ന രൂപം എങ്ങനെയാണ്? അഥവാ ഇപ്പൊ ഞാൻ ജിന്നയെ സഹായിക്കണമെന്ന് വിളിച്ചാൽ ജിന്നിപ്പോ മൗലവി പ്രസംഗത്തിന് ഫസ്റ്റിൽ തന്നെ സൂചിപ്പിച്ചല്ലോ. അഥവാ ഒരാൾ അള്ളാഹുവെ രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ അള്ളാഹ് ഇറങ്ങി വന്നിട്ട് രക്ഷിക്കില്ല എന്ന് മൗലവി പറഞ്ഞു. അതുപോലെ ജിന്ന് ഏത് രൂപത്തിലാണ്? അപ്പൊ മനുഷ്യനെ വിളിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ വന്നിട്ട് ഒരു പക്ഷേ അയാളെ കരക്കെടുപ്പിക്കാം, വല്ല കയറിട്ടെടുത്ത് കരക്ക് കിട്ടാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിൽ ഭൗതികമായ രീതിയിൽ ചെയ്യാം. എന്നാൽ ഒരു ജിന്ന് അഥവാ ഈ പറഞ്ഞ ശിർക്കല്ലാത്ത രൂപത്തിൽ അഥവാ ജിന്നിന്റെ സഹായം എങ്ങനെയാണ് അവിടെ കിട്ടുന്നത്? അത് മറ്റു തീരുമാനമായിട്ടുള്ളതല്ലേ? മറ്റല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. തീരുമാനമായിട്ടല്ല, പിന്നെ എങ്ങനെ പ്രശ്നമുള്ളൂ? എങ്ങനെയെന്നുള്ളത് വിളിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ളൂ. വിളിക്കണില്ലല്ലോ. സ്വാഭാവികമായിട്ട് ഇന്നെല്ലാം ഒരുവിധ ആളുകളൊക്കെ മനസ്സിലുണ്ട്. ഞാൻ പറഞ്ഞുതരാം, എനിക്ക് കിട്ടിയ ഉദാഹരണം നമ്മളെ മുജാഹിദിന്റെ തൊള്ളെന്ന് കേട്ടത്. അത് ഞാനും പറഞ്ഞുതരാം. അതായത് വിളി തുടങ്ങുമ്പോഴാണ് ഇങ്ങനെ വരാൻ നമുക്ക് ആവശ്യം വരുന്നത്. ഇപ്പൊ ഞാനും നിങ്ങളും വിളിക്കാൻ പോണില്ല. ഞാനും നിങ്ങളെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മൂന്നാമത്തെ മറ്റുള്ളവർ വിളിച്ചേക്കാം. അതെ, ആ വിളിക്കാൻ പോകുമ്പോൾ നമുക്ക് മറ്റേ ആവശ്യം വരും. ഇവിടെ പ്രശ്നം എന്താണ്? മുൽത്തറിന് ദുആ അല്ലാത്തൊരു വിളി ഉണ്ട്. അതിലിപ്പോ ഞാനും നിങ്ങൾ തമ്മിൽ എന്തില്ല, തർക്കമില്ല. ഇവിടെ മുൽത്തറിന്റെ എല്ലാ വിളിയും ദുആ അല്ല. ദുആ റബ്ബല്ലാത്തതിലേക്ക് പോകുമ്പോഴാണല്ലോ ശിർക്ക് വരിക. ദുആ റബ്ബല്ലാത്തതിലേക്ക് പോകുമ്പോഴാണ് ശിർക്ക് വരിക. അതിനാണ് ഇന്നത്തെ നമ്മൾ ഓതിയത്. അപ്പൊ ദുആ റബ്ബല്ലാത്തതിലേക്ക് പോയാൽ ശിർക്ക് തന്നെയാണ്. മുൽത്തറിന്റെ എല്ലാ വിളിയും ദുആ അല്ല എന്ന് നിങ്ങളും സമ്മതിക്കുന്നു, ഞാനും സമ്മതിക്കുന്നു. ദുആ റബ്ബിലേക്ക് പോയാലാണ് ശിർക്ക് ആവാ എന്നും നമ്മൾ തമ്മിൽ തർക്കമില്ല. അപ്പോൾ ദുആ ആകുന്ന വിളിയുണ്ട്, ദുആ ആകാത്ത വിളിയുണ്ട് എന്നിപ്പോ നമ്മൾ അംഗീകരിച്ച സ്ഥിതിക്ക് ശിർക്ക് വേണമെങ്കിൽ ഏത് വിളിയാ പോകേണ്ടത്?
ദുആ ആകുന്ന വിളി. അല്ല ഈ ഉദ്ദേശം അഥവാ ദുആവുന്ന വിളി എന്ന് പറഞ്ഞു, പക്ഷെ ഇവിടെ ഈ വലവ് സമയവും എന്ന് പറഞ്ഞല്ലോ. ദുആ കേൾക്കും അവര് ആ മസ്തജാബു ലക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഉത്തരം തരൂല എന്ന് പറഞ്ഞതിന് ഉത്തരം ദുആക്ക് ഉത്തരം തരൂല എന്ന് മാത്രമാണോ? അതല്ല അതിന്റെ വഴികൾ അഥവാ ഒരിപ്പോ നമ്മളെ കൂട്ടത്തിൽ ഇപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു മലക്കിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതും ശിർക്കാണെന്ന് പറഞ്ഞല്ലോ. മനുഷ്യന്റെ കൂടെ ഏത് സമയത്തുള്ള അഥവാ ഒരു മനുഷ്യന്റെ കൂടെ ഏത് സമയത്തുള്ള ഹയ്യായ ഹാദിറായ ഖാദിറായ മുസ്ലിമായ റഖീബും അത്തീദും അവന്റെ കൂടെ ഉണ്ട്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ എന്തിനാ മലക്കുകളെ കുറിച്ച് പറഞ്ഞെടുത്ത് അവിടെ അത് ശിർക്കാവും എന്ന് പറഞ്ഞു? അവിടെ ഇത് മാത്രം എന്തുകൊണ്ട് അല്ലാഹു ഒഴിവാക്കില്ല? ഞങ്ങളെ കൂടെ റഖീബ് അത്തീദ് ഒഴിച്ച് എന്തുകൊണ്ട് പറഞ്ഞു? അതും ശിർക്കാണ്, ഒഴിവാക്കണം. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഇത് വരിക? കാരണം ഇത് ഹാദിറല്ലേ, ഇത് ഹയ്യല്ലേ, ഹയാത്തല്ല ഖാദിറല്ലേ, പിന്നെ എന്താ വ്യത്യാസം? നിങ്ങളെ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഹയ്യ് എന്ന് പറഞ്ഞ ജീവനുള്ള നിങ്ങൾ പറഞ്ഞു മുമ്പ് പ്രസംഗത്ത് പറഞ്ഞല്ലേ, അതിന്റെ അറബി പറഞ്ഞെന്നുള്ളൂ. ആയിക്കോട്ടെ, ഇവിടെ ഹയ്യും ഹാദിറും ഖാദിറും എന്നൊരു കൺസെപ്റ്റിനെ ഞാൻ പറഞ്ഞിട്ടില്ല. കുഴപ്പമില്ല, ഹയ്യും ശ്രദ്ധിക്കാം. ഹയ്യും ഹാദിറും ഖാദിറും എന്നത് ഞാനിവിടെ പറഞ്ഞിട്ടേ ഇല്ല. ആയിക്കോട്ടെ, നിങ്ങൾക്ക് ശ്രദ്ധിക്കേ, ഹയ്യും ഹാദിറും ഖാദിറും എന്ന ഒരു വേർതിരിവ് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. ഞാൻ പറഞ്ഞെന്താണ്, ഞാനും നിങ്ങളും ഇപ്പൊ പറഞ്ഞെന്താണ്, മുൽത്തറായ മനുഷ്യൻ, പുഴയിൽ മുങ്ങിപ്പോണ മനുഷ്യൻ ദുരിതത്തിലാണ്, അങ്ങേയറ്റത്തെ അപകടത്തിലാണ്. അവന്റെ വിളി ദുആ ആകുന്ന വിളിയും ദുആ ആകാത്ത വിളിയും ഉണ്ട് എന്ന കാര്യത്തിൽ നമ്മൾ തമ്മിൽ തർക്കമില്ല. അതുകൊണ്ടാണല്ലോ ആ മനുഷ്യൻ കരക്കിക്കണ മനുഷ്യനെ വിളിച്ചാൽ പ്രാർത്ഥന ആവാത്തത്. ഇനി ആ കരക്കില്ലാത്തൊരു മനുഷ്യനെ വിളിച്ചാലും ചിലപ്പോൾ പ്രാർത്ഥന ആയിക്കൊള്ളണമെന്നില്ല. കരക്കില്ലാത്തൊരു മനുഷ്യനെ ഇപ്പം വിളിച്ചു, എന്നാലും ദുആ ആകണം എന്നില്ല. കാരണം ആ പുഴയിൽ ഇപ്പൊ നമ്മൾ മുങ്ങുകയാണെങ്കിൽ സ്വാഭാവികം ഇപ്പൊ ഞാൻ മുങ്ങണ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ അമ്മാന്ന് വിളിക്കും. ഉമ്മ അവിടെ ഇല്ല, ഉമ്മ അവിടെ ഹയ്യല്ല, അവിടെ ഹാദിറല്ല, അവിടെ ഖാദിറല്ല. എന്നാലും ഈ വിളി എന്തല്ല, ശിർക്കല്ല. ഈ വിളി ശിർക്കല്ല. എന്തുകൊണ്ട്? എൻ്റെ വിളി ഉമ്മ എൻ്റെ വീട്ടിൽ നിന്ന് കേൾക്കുമെന്നോ, എന്നെ കാണുമെന്നോ, ഇവിടെ പിന്നെ ഹാജറാൻ കഴിയുമെന്നോ, എന്നെ രക്ഷപ്പെടുത്താൻ കഴിയുമെന്നോ വിശ്വസിക്കുന്നില്ല. ഇത് കേവലം വിളി മാത്രമാണ്. അപ്പൊ മുൽത്തറായ മനുഷ്യന്റെ വായെന്ന് വരുന്ന എല്ലാ വിളിയും ദുആ അല്ല. ദുആ ആകുന്ന വിളി വരുന്നുണ്ട്, ദുആ ആകാത്ത വിളി വരുന്നുണ്ട്. ശിർക്ക് സംഭവിക്കല് അല്ലാഹു അല്ലാത്തവർ ദുആ ചെയ്യുമ്പോഴാണല്ലോ. ആ വിശ്വാസത്തിൽ ശിർക്ക് വരും, കർമ്മത്തിൽ ശിർക്ക് വരൽ എവിടെയാണ്? ദുആ അല്ലാഹു അല്ലാത്തതിലേക്ക് പോകുമ്പോൾ. അപ്പോൾ മുൽത്തറിന്റെ ദുആ റബ്ബല്ലാത്തതിലേക്ക് പോയാൽ ശിർക്ക് തന്നെ. ആ ജിന്നിലേക്ക് പോയാലും ശിർക്ക് തന്നെ, മലക്കിലേക്ക് പോയാലും ശിർക്ക് തന്നെ, ഇൻസിലേക്ക് പോയാലും ശിർക്ക് തന്നെ. അവിടെ ഹയ്യും ഹാദിറും ഖാദിറും വ്യത്യാസമില്ല. ഹയ്യാണെങ്കിലും ഹാദിറാണെങ്കിലും ഖാദിറാണെങ്കിലും ദുആ പോയാൽ ശിർക്ക് തന്നെയാണ്. അതാണ് നേരത്തെ പറഞ്ഞത്. അമൃതാനന്ദമയിന്റെ ഉദാഹരണം, അമൃതാനന്ദമായി കരക്ക് നിൽക്കുന്നു, അവിടെ ഹയ്യാണ്, ഹാദിറാണ്, ഖാദിറാണ്. എന്നിട്ടും ഈ പുഴയിൽ മുങ്ങുന്ന മനുഷ്യൻ അമ്മയെ രക്ഷിക്കണേ എന്ന് തേടിയാൽ ആ തേട്ടം ശിർക്കായി വരാം, ശിർക്കല്ലാത്ത വരാം. അപ്പൊ എന്താ മാനദണ്ഡം? എന്താ മാനദണ്ഡം? അമ്മ പുഴയ്ക്ക് ചാടി നീന്തി വന്ന് എന്നെ കൈ പിടിച്ച് കൊണ്ടുപോകുമെന്നാണോ? എങ്കിൽ ആ വിളിക്ക് ദുആ എന്ന് പറയില്ല. അമ്മ ദിവ്യത്തുള്ളതാണ്, അമ്മ മനസ്സ് വെച്ചാൽ ഞാൻ രക്ഷപ്പെടുമെന്നാണോ? എങ്കിൽ ആ വിളി ദുആ തന്നെയാണ്, ശിർക്ക് തന്നെയാണ്. ഈ മാനദണ്ഡമാണ് ദുആക്ക് ലോക മുസ്ലിമീങ്ങൾ ഇക്കാലം വരെ പറഞ്ഞത്. അതിലൊരു ജിന്നിനെ മാത്രം ഒഴിവാക്കാൻ നമുക്ക് വകുപ്പില്ല. ഇനി ജിന്ന് എങ്ങനെ വരും? ഒരു ജിന്ന് പുഴയ്ക്ക് ചാടൂലെന്ന് എവിടെ പറഞ്ഞിട്ടുണ്ടോ? ജിന്ന് പുഴയ്ക്ക് ചാടാൻ ജിന്നിന് കഴിയില്ല എന്ന് പറഞ്ഞിട്ടില്ല. കഴിയുമെന്നാണ് അല്ലാഹു പറഞ്ഞത്. കഴിയുമെന്നാണ് അല്ലാഹു പറഞ്ഞത്. സുലൈമാൻ നബിന്റെ ജിന്നിനെ പറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞത് എന്താ? സമുദ്രത്തിൽ മുങ്ങുന്ന ജിന്നുകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. മുഴുജത്താണ് ആർക്ക്? സുലൈമാൻ നബിക്ക്. മുങ്ങണ ജിന്നിന് മുഴുജത്തില്ല. മുങ്ങുന്ന ജിന്നിന് എന്തില്ല? മുഴുജത്തില്ല. മുഴുജത്ത് ആർക്കാ? സുലൈമാൻ നബിക്കാണ്. എന്താ മുഴുജത്ത്? ഈ മുങ്ങുന്ന ജിന്നിനെ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞു, അതാണ് മുഴുജത്ത്. അപ്പൊ ജിന്നിന് പുഴയിൽ മുങ്ങാൻ പറ്റും. എന്തിനാ അവിടെ വെറുതെ മുങ്ങാണോ? സുലൈമാൻ നബിന്റെ അവിടെ എന്തിനാ മുങ്ങിയത്? മുങ്ങിയിട്ട് മുത്തെടുക്കാനാ. മുങ്ങിയിട്ട് മുത്തെടുക്കാനാണ്. ആ മുത്തേറ്റ പൊന്തന കൂട്ടത്തില് ഒരു ഡെഡ് ബോഡിയും കിട്ടി, അത് ശിർക്കായി എന്ന് പറയാൻ പറ്റുമോ? ഇവൻ മുങ്ങി മുത്തേറ്റ് വരുമ്പോൾ ഡെഡ് ബോഡി കിട്ടി, അതും പൊക്കി. അപ്പൊ മുങ്ങുന്നവന് ഉത്തരം പെടുന്ന് കിട്ടി എന്ന് പറയാൻ കഴിയോ? ഇല്ല. അപ്പൊ മുങ്ങാൻ കഴിയും അവർക്ക്. അത് ഖുർആൻ പഠിപ്പിച്ചതാണ്. അതേപോലെ സുലൈമാൻ നബി ഉദ്ദേശിക്കുന്ന പണികളെല്ലാം ഇവർ ചെയ്തു കൊടുക്കുന്നു. അപ്പൊ സുലൈമാൻ നബി ഏത് പണിയെടുക്കാൻ പറഞ്ഞാലും ആ പണി എന്ത് ചെയ്യും? ഇവർ ചെയ്യുന്നു. കെട്ടിടമുണ്ടാക്കി കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ വഴിദൂരം താണ്ടാന്, ദീർഘ ദൂരത്തേക്ക് പോകാൻ സുലൈമാൻ നബി ഓല ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്.
അപ്പൊ അവരുടെ കഴിവാണതൊക്കെ. അപ്പൊ ഒരു എങ്ങനെ പ്രവർത്തിക്കുക? അല്ലാഹു റസൂൽ എന്തൊക്കെ പറഞ്ഞെന്നോ അത് നമുക്കറിയാം, അതിനപ്പുറം നമുക്കറിയില്ല. ഒരു ജിന്നിന് ഓനെന്തൊക്കെ കഴിവുള്ളത് അള്ളാഹു വഴി നമുക്ക് പറയാൻ കഴിയില്ല. 10 മനുഷ്യന്മാർക്ക് 10 കഴിവാണ്, 10 ജിന്നിനും 10 കഴിവായിരിക്കും. അത് ഏതൊക്കെ ജിന്ന് എന്തൊക്കെ കഴിയും നമുക്കറിയില്ല. ഒരു ജിന്നിന് ഓനെ കഴിയാത്ത ചോദിച്ചാൽ മാത്രം ശിർക്കാവോ? അത് വരില്ല. നമ്മൾ ജിന്നിനോട് ചോദിച്ചു ഓനെ കഴിയാത്ത കാര്യമായിരുന്നു, അതുകൊണ്ട് മാത്രം ശിർക്ക് വരുന്നില്ല. ഒരു മനുഷ്യനോട് പോയിട്ട് 100 കോടി വായ്പ വെച്ചാൽ ശിർക്കാവോ? 100 കോടി വായ്പ വെച്ച് പോകാൻ പറയും, എന്താ ചങ്ങ ഇതിനെ കളിയാക്കുക, എൻ്റെ പുര കണ്ട ആകെ ചെറ്റപ്പോര, ഞാൻ രാത്രി പട്ടിണിയാ, ഞാൻ 100 കോടി പോയിട്ട് 100 ഉറുപ്പ്യ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അല്ലാ ഞാൻ ചോദിച്ചു ശിർക്കായി പോയല്ലോ എന്ന് പറയോ? ഇല്ല. അപ്പൊ യഥാർത്ഥത്തിൽ പ്രാർത്ഥന വീഴ്ത്തുന്നത് എന്താണ്? കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉള്ള ചോദ്യമാണോ എങ്കിൽ ദുആ അല്ല, അതിനപ്പുറമുള്ള ചോദ്യമാണോ എങ്കിൽ ദുആ ആണ്. ഈ ചോദ്യം, ഈ ഭയം, ഈ സ്നേഹം, ഈ താഴ്മ, ഈ വിനയം, ഇതെല്ലാം കാര്യകാരണ ബന്ധങ്ങളുടെ ഉള്ളിൽപ്പെട്ടതാണെങ്കിൽ ഇബാദത്തല്ല, പുറത്തുള്ളതാണെങ്കിൽ ഇബാദത്താണ്. ഇബാദത്താകുന്നത് ആരിലേക്ക് പോയാലും ശിർക്കാണ്. ഇബാദത്ത് അല്ലാത്തത് ആരിലേക്ക് പോയാലും കർമ്മത്തിൽ ശിർക്ക് വരുന്നില്ല. അവിടെ ജിന്നിനെ മാത്രം, ജിന്നായാൽ അതോട് ശിർക്കായി. നാം മനുഷ്യനും ഇതൊക്കെ ആകുമ്പോൾ അവിടെ കാര്യകാരണ ബന്ധം അപ്പുറപ്പുറക്കെ ഉണ്ട്. ജിന്നിന്റെ വിഷയത്തിൽ കാര്യകാരണ ബന്ധമൊന്നുമില്ല, ജിന്നേന്ന് വിളിച്ചാൽ തന്നെ ശിർക്കായി എന്നാണെങ്കിൽ അപ്പൊ ജിന്നിനെ സംബന്ധിച്ചുള്ള പേടിയും ശിർക്കാവും. ജിന്നിനെ സംബന്ധിച്ച ഏത് വികാരപ്രകടനവും ശിർക്കായി മാറും. അത് വിളിയിൽ മാത്രം ഒതുക്കേണ്ടതും അല്ല. അപ്പൊ പുഴയിൽ മുങ്ങട്ടെ, പുഴയിൽ പൊങ്ങട്ടെ, എപ്പോഴായാലും ശരി, ഏത് സമയത്ത് എപ്പോഴാണെങ്കിലും ദുആ ആണോ ശിർക്കാണ്. ദുആ അല്ലേ, കർമ്മത്തിൽ ശിർക്ക് വരുന്നില്ല. പിന്നെ വിധി എന്ത്? അത് മറ്റൊരു നിയമമാണ്. മൗലവി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ ഞാൻ വെള്ളത്തിൽ മുങ്ങുകയാണെങ്കിൽ എന്നെ ഒരു ജിന്ന് വെള്ളത്തിൽ മുങ്ങിയിട്ട് രക്ഷപ്പെടുത്തും എന്ന് ഞാൻ വിശ്വസിച്ചാൽ, അങ്ങനത്തെ ആ വിശ്വസിച്ചുകൊണ്ട് വിളിച്ചാൽ അതിൽ ഒരു പ്രശ്നമില്ല എന്നാണോ മൗലവി പറയുന്നത്? എന്താണ് പ്രശ്നം? ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഒരു ജിന്ന് വെള്ളത്തിൽ മുങ്ങും എന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ ആ വിശ്വാസം ശിർക്കാണോ? ശിർക്കല്ല. അല്ല, ഞാൻ അതേ പറഞ്ഞു. നിങ്ങളുടെ അഭിപ്രായത്തിൽ ആ ജിന്ന് വെള്ളത്തിൽ മുങ്ങും അല്ലെങ്കിൽ മുങ്ങാൻ ജിന്നിന് കഴിയും എന്ന് വിശ്വസിച്ചാൽ ശിർക്കാണോ? മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു വിഷയം അഥവാ മനുഷ്യന് വേണ്ടി മുഴുജിതല്ലാത്ത ഒരു രീതിയിൽ ജിന്ന് മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ ഈ രീതിയിൽ ബന്ധപ്പെടുമെന്നത് പരിശുദ്ധ ഖുർആന്റെയോ സ്വഹീഹായ ഹദീസിന്റെയോ അടിസ്ഥാനത്തിലുണ്ടോ എങ്കിൽ നമ്മൾക്കത് വിശ്വസിക്കാം, അല്ലെ? അങ്ങനെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ശിർക്കാവോ എന്നുള്ളതല്ല. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്താണല്ലോ ഇതായിട്ട് വരുന്നത് പ്രമാണമായിട്ട്. ഒരു മനുഷ്യന് വേണ്ടിയിട്ട് ഒരു ജിന്ന് വെള്ളത്തിൽ മുങ്ങിയിട്ട് അവനെ രക്ഷപ്പെടുത്തും എന്ന് നമ്മൾ പ്രമാണത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ട് എങ്കിൽ അവിടെ പ്രശ്നമില്ല. അതേ സമയത്ത് മൗലവി ഇപ്പോൾ പറഞ്ഞത് എന്താ? അവിടെ വെള്ളത്തിൽ മുങ്ങി രക്ഷപ്പെടുത്തും എന്നൊരാൾ അങ്ങനെ വിശ്വസിച്ചാൽ അഥവാ ആ ഉദ്ദേശത്തിൽ വിളിച്ചാൽ പ്രശ്നമില്ല എന്നല്ല മൗലവി പറഞ്ഞു. അതിന്റെ ഹുക്കും എന്താണ്? ഹുക്കും ഒറ്റ വാക്കുകൊണ്ട് പറയാം, വിശദീകരണമല്ല മൗലവി. ഒരു ഹുക്കും ചോദിച്ചാൽ പിന്നെ എനിക്ക് ഉപചോദ്യം പെട്ടെന്ന് പറയാലോ. അല്ല, വിശദീകരിക്കേണ്ട ആവശ്യം വിശദീകരിക്കണം. അതായത് അല്ല, അതിന്റെ ഹുക്കം നമുക്ക് പറയാം, ഒരു കുഴപ്പമില്ല. ഹുക്കം പറയാം. ഹുക്കം അല്ലല്ലോ പ്രശ്നം. ഇവിടെ ഇവിടെ ശിർക്ക് ആരോപണവുമാണ്. മൈക്ക് അഥവാ ഞാനിപ്പോ വിളിക്കുന്ന ഹറാമാണ് എങ്കിൽ ഒരു നിർബന്ധിത മൗലവി പറഞ്ഞാൽ 5 ഷഹീദ് ഉണ്ട്, അതിലൊന്ന് വെള്ളത്തിൽ മുങ്ങി മരിക്കാൻ പോകുന്നവന്റെ മരണമാണ്. ആ സമയത്ത് പ്രതിസന്ധി ഘട്ടത്തിൽ ഞാൻ വിളിച്ച വിളിയിൽ അഥവാ ഹറാമായൊരു വിളിയാണ് എങ്കിൽ ആ വിളിയിൽ കിട്ടുന്ന ഇളവ്, ആ ഇളവ് എനിക്ക് കിട്ടുമില്ല. എന്തുകൊണ്ട്? അത് പറഞ്ഞുതരാം. ആദ്യം ചോദിച്ചാൽ പോലെ നിർബന്ധിതാവസ്ഥയിൽ ഒരു ഹറാമിൽ ഇളവുണ്ട്. ആ ഇളവ് ഒരിക്കലും നിങ്ങൾക്ക് കിട്ടൂല. കാരണം നിങ്ങൾ ആ സമയത്ത് ഈ പറഞ്ഞ നിർബന്ധാവസ്ഥ നിങ്ങൾക്കില്ല. എന്തുകൊണ്ട്? നിർബന്ധാവസ്ഥയിൽ ഇളവ് എന്ന് പല മനുഷ്യന്മാരും മനസ്സിലാക്കി എന്തറിയോ? നിർബന്ധം സാധാരണ ഒരാൾ പട്ടിണി കിടന്ന് മരിക്കാൻ പോവുകയാണ്. അപ്പോൾ അതെ ശരി, ഞാൻ ഉദാഹരണം പറയട്ടെ. ഒരാൾ പട്ടിണി കിടന്ന് മരിക്കാൻ പോകുന്നു, അയാൾക്ക് ഭക്ഷണമൊന്നുമില്ല, പന്നിമാംസം മാത്രമേ ഉള്ളൂ. അയാൾക്ക് എന്ത് ചെയ്യാം? അയാൾ ജീവൻ നിലനിർത്താൻ ആവശ്യമായത്
മനപ്രയാസത്തോടു കൂടി അയാൾക്ക് എന്ത് ചെയ്യാം, കഴിക്കാം. ആ കഴിച്ച് ഇരിക്കുമ്പോൾ കുറച്ച് മദ്യം അവിടെ ഉണ്ട്. അപ്പോൾ ഓൻ മനസ്സിലാക്കി ഞാൻ ഇപ്പോൾ ഏതാണ്ട് നിർബന്ധാവസ്ഥയല്ലേ, എന്നാ അപ്പോൾ ഇതും കുടിക്കുക, അത് പറ്റുമോ? ഇല്ല. പറഞ്ഞു കേട്ടെ, ആ സമയത്ത് ഒരു പെണ്ണിലൂടെ പോകുന്നുണ്ട്, ഞാൻ നിർബന്ധാവസ്ഥയാണ്, എന്നാ പിന്നെ ഒന്ന് വ്യഭിചരിക്കുക, അത് പറ്റുമോ? ഇല്ല. ഏത് വിഷയത്തിലാണോ നിർബന്ധാവസ്ഥ ഉള്ളത് ആ വിഷയത്തിലാണ് ഇളവുള്ളത്. പുഴയിൽ മുങ്ങുന്ന മനുഷ്യനെ സംബന്ധിച്ച് ജിന്നിനെ വിളിക്കുക എന്ന നിർബന്ധാവസ്ഥ ഒരിക്കലും വരുന്നേ ഇല്ല. പിന്നെ അള്ളാനെ വിളിച്ചാൽ മതി, അള്ളാനെ വിളിച്ചാൽ മതി. പിന്നെ വിളി കേൾക്കാൻ അള്ളാഹു ഇല്ലാത്ത ഘട്ടം വരുമ്പോഴാണ് മറ്റേ വരുന്നത്, അതില്ലല്ലോ. നിർബന്ധാവസ്ഥ ആ വിഷയത്തിൽ ഒരാൾക്ക് എന്തില്ല, നിർബന്ധാവസ്ഥ ഇല്ല. ആ നിർബന്ധാവസ്ഥയിൽ ഓൻ അള്ളാനെ വിളിക്കാം. അള്ളാനെ മനുഷ്യനെ വിളിച്ചാൽ എന്നാ കുറ്റക്കാരനാവോ? മനുഷ്യനെ വിളിക്കാന്നുള്ളത് നിർബന്ധാവസ്ഥ മാത്രം അനുവദിക്കപ്പെടുന്നതാണോ? അല്ല. മനുഷ്യനെ വിളിക്കാൻ പറഞ്ഞുതരാം. മനുഷ്യനെ വിളിക്കുക എന്നുള്ളത് നിർബന്ധാവസ്ഥ അനുവദിക്കപ്പെട്ട കാര്യമല്ല, അത് ആദ്യമുള്ള ഹറാമുമല്ല. മനുഷ്യനെ വിളിക്കുക എന്നുള്ളത് അസ്ലിയായിട്ട് ജായിസാണ്, അതുകൊണ്ട് അത് നിർബന്ധാവസ്ഥയ്ക്ക് മാത്രം വെക്കേണ്ടതുമല്ല. എന്നാൽ ഇത് അസ്ലിയായിട്ട് ജായിസല്ല, ഇത് അസ്ലിയായിട്ട് ജായിസല്ല, ഹറാമാണ്. അത് ഞാൻ പറഞ്ഞുതരാം, ഇത് പറഞ്ഞു കേട്ടെ, നിങ്ങൾ ഉത്തരം കേൾക്കി. സഹോദര, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിവിടെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, അത് ഭാവിയിലും ഇത് കേൾക്കുന്ന ആളുകൾക്ക് പഠനാർഹമാകണം എന്ന സതുദ്ദേശത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് മൈക്ക് കയ്യിലെത്തുമ്പോഴാണ് നിങ്ങൾ സംസാരിക്കേണ്ടത്. അത് മൗലവി എന്താണോ പറയുന്നത് വളരെ വ്യക്തമായി വീക്ഷിക്കണം, നിങ്ങൾ അത് കേൾക്കേണ്ടതുണ്ട്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് മൈക്ക് നിങ്ങളെടുത്ത് തരൂ, അപ്പം നിങ്ങൾ ചോദിക്കുക പ്ലീസ്. ഒരു മനുഷ്യനെ വിളിക്കുക എന്നുള്ളത് അസ്ലിയായി ജായിസാണ്. അതുകൊണ്ട് നിർബന്ധാവസ്ഥ അയാൾക്കത് അത് അനുവദിക്കപ്പെടാൻ വകുപ്പ് വരുന്നില്ല, അയാൾക്ക് എപ്പോഴും അത് അനുവാദം തന്നെയാണ്. ജിന്നിനെ വിളിക്കുക എന്നത് അയാൾക്ക് അസ്ലിയായി ജായിസല്ല, ഹറാമായ കാര്യമാണ്. അതുകൊണ്ട് ഇനി ആലോചിക്കാൻ എന്താണ്, നിർബന്ധ സമയത്ത് ഈ ഹറാം ചെയ്യാൻ പറ്റുമോ എന്നാണ്. ഈ വിഷയത്തിൽ അയാൾക്ക് ഒരിക്കലും ഒരു നിർബന്ധ സാഹചര്യം വരുന്നില്ല. ഏതുപോലെ വ്യഭിചരിക്കുക എന്നത് ഹറാമാണ്. ഒരുത്തൻ ചോദിക്കുക നിർബന്ധ സാഹചര്യം വ്യഭിചരിക്കാൻ പറ്റുമോ വെച്ചാൽ അതിലിപ്പോൾ എന്താ നിർബന്ധ സാഹചര്യം ഉള്ളത്? നിർബന്ധ സാഹചര്യം എന്താ വ്യഭിചരിക്കാനുള്ളത്? അതിന് വരുന്നില്ലല്ലോ. അപ്പൊ നിർബന്ധ സാഹചര്യം വരുന്നിടത്താണ് ആ ഇളവുള്ളത്. ഇതിൽ നിർബന്ധ സാഹചര്യമില്ല. ഇയാൾക്കുള്ളത് എന്താണ്? ഒന്ന്, ഇയാൾക്ക് മുമ്പേ ജായിസ് ആയതുണ്ട് മനുഷ്യന്മാരെ വിളിക്കുക, അതുപോലെ ഇപ്പോഴും ജായിസ്, അല്ലാത്തപ്പോഴും ജായിസ്. മറ്റൊന്ന് പറയുന്നത് കാര്യകാരണബന്ധങ്ങൾ അധീനമായി റബ്ബിനോട് തേടുക, അതിന് ഒരു തടസ്സവും അനുപടില്ല. എങ്കിൽ പിന്നെ ഈ ജായിസും അവിടെ ഉണ്ട്, ഈ പറഞ്ഞ ഇബാദത്തും അവിടെ ഉണ്ട്. ഇതിനിടയിൽ പിന്നെ ഒരു ഹറാമ് ചെയ്യണം നിർബന്ധിത ഘട്ടം ഓനെ സംബന്ധിച്ച് വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഹറാമാണെങ്കിൽ ആ സമയത്ത് അത് ഹലാലാവൂല എന്ന ആ സങ്കല്പം തന്നെ തെറ്റാണ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ് മുഴുവനാക്കേണ്ടതുണ്ട്. അതായത് ആ ഒരു വെള്ളത്തിലേക്ക് ഒരു ജിന്ന് മുങ്ങും എന്നൊരാൾ വിശ്വസിച്ചാൽ അത് ശിർക്കല്ല. എന്നാൽ വെള്ളത്തിലേക്ക് മൊയ്തീൻ ശൈഖ് വന്ന് മുങ്ങും എന്ന് വിശ്വസിച്ചാൽ ആ വിശ്വാസം ശിർക്കാണ്. ഒരു ജിന്ന് ബിൽഡിംഗ് ഉണ്ടാക്കുന്ന വിശ്വസിച്ചാൽ അത് ശിർക്കല്ല. ഈ വീട് മൊയ്തീൻ ശൈഖ് ഉണ്ടാക്കിയതാ വിശ്വസിച്ചാലോ ശിർക്കാണ്. ഒരു വീട് നമ്മൾ കണ്ടു, ഈ വീട് ജിന്നുണ്ടാക്കിയതാണ് എന്ന് ഒരുത്തം വിശ്വസിച്ചാൽ ആ വിശ്വാസത്തെ ശിർക്കില്ല. ചിലപ്പോൾ ഓൻ അബദ്ധം പറ്റിയേക്കാം, വെറുതെ ആരെയും പ്രചരിപ്പിച്ച് കെട്ടുകഥയായിരിക്കാം. പക്ഷെ ഒരു ജിന്ന് ആ ബിൽഡിംഗ് ഉണ്ടാക്കാം എന്നുള്ളത് എന്തല്ല, അസംഭവ്യമല്ല, ശിർക്ക് വരുന്നില്ല. അത് ഖുർആനെ കൊണ്ട് ഹദീസും സ്ഥിരപ്പെട്ടു. എങ്കിൽ ഒരു ജിന്ന് പുഴയിലോ കടയിലോ കുറ്റിക്കാട്ടിലോ എവിടെങ്കിലും ഒരു ജിന്നുണ്ടാവുക എന്നുള്ളത് വിശ്വസിച്ചാൽ അതെന്ത് വരുന്നില്ല, ശിർക്ക് വരുന്നില്ല. എന്നാൽ അവിടെയൊക്കെ മൊയ്തീൻ ശൈഖ് ഉണ്ടാവുമെന്ന് വിശ്വസിച്ചാലോ ആ വിശ്വാസം തന്നെ ശിർക്കായി. മഹാവിഷ്ണു ഉണ്ടാവും വിശ്വസിച്ചാലോ അതും ശിർക്കായി. അപ്പം മഹാവിഷ്ണുവും ജിന്നും ഒരുപോലല്ല എന്ന് നമുക്ക് മനസ്സിലായി. ഏതായിരുന്നാലും ജിന്ന് അവിടെ ഉണ്ടാവുക എന്നതോ ജിന്ന് മുങ്ങുക എന്നതോ ജിന്ന് നമ്മളെ കാണുക എന്നതോ അതൊന്നും വിശ്വാസം ശിർക്ക് വരുന്നില്ല. എന്നാൽ ഈ ജിന്നിനെ കുറിച്ചും ശിർക്ക് വരുന്ന വിശ്വാസം വേറെ ഉണ്ട്. അതെവിടെയാണ്? അവിടെയാണ് അഭൗതികം, അവിടെയാണ് കാര്യകാരണ ബന്ധത്തിനപ്പുറം. അപ്പോൾ ഒരു ജിന്ന് എന്നെ അഭൗതികമായി കാണും എന്ന വിശ്വാസം ശിർക്കായി. ജിന്ന് എന്നെ കാണും എന്ന വിശ്വാസം ശിർക്കല്ല. ജിന്ന് എന്നെ അഭൗതികമായി കാണും വിശ്വസിച്ച ശിർക്കായി. അപ്പം മൊയ്തീൻ ശൈഖിനെ പോലെയായി. ജിന്ന് ഈ സംസാരം കേൾക്കും എന്ന് വിശ്വസിച്ച ശിർക്കല്ല. എന്നാൽ അഭൗതികമായി സംസാരം കേൾക്കും വിശ്വസിച്ചാലോ ശിർക്കായി. അതെങ്ങനെ മനസ്സിലാവുക? ഏത് സംസ്ഥാനം ലോകത്ത് എവിടുന്ന് എപ്പോൾ പറഞ്ഞാലും അതൊക്കെ ഒരു ജിന്ന് കേൾക്കുന്നുണ്ട് എന്നാണെങ്കിൽ ആ വിശ്വാസം അഭൗതികം തന്നെയാണ്. കാണുന്നുണ്ട് എന്ന ആ കാഴ്ചയെ പറ്റിയുള്ള വിശ്വാസം അഭൗതികം തന്നെയാണ്. അത് കാര്യകാലത്തിന് അപ്പുറം തന്നെയാണ്. അതേസമയം ഒരു ജിന്നിന് ഒരു 10 കിലോമീറ്റർ അപ്പുറത്തേക്ക് കാഴ്ച ഉണ്ട് എന്നാണെങ്കിൽ നമുക്കറിയില്ല.
10 കിലോമീറ്റർ അപ്പുറത്തേക്ക് കാണാം. ഇപ്പൊ പൂച്ചക്ക് എന്ത് ചെയ്യും, 1 കിലോമീറ്റർ അപ്പുറത്ത് വരെ സ്മെല്ല് പിടിക്കാൻ കാഴ്ച ഉണ്ടെന്ന് പറഞ്ഞു. അതേപോലെ നായക്ക് 1 കിലോമീറ്ററിലേറെ ദൂരത്ത് നിന്ന് സ്മെല്ല് പിടിക്കാൻ പറ്റും എന്ന് പറഞ്ഞു. എന്നെ പോലെ ജിന്നിന് ഇപ്പൊ എത്ര ദൂരത്തേക്ക് കാണാൻ കഴിയുക നമുക്കറിയില്ല. കാഴ്ച ഉണ്ടല്ലോ, ജിന്നിന് കണ്ണുണ്ടല്ലോ, കാഴ്ച ഉണ്ടല്ലോ. ഓനെ എത്ര ദൂരത്തേക്ക് കാണുക? ഒരു മീറ്ററേ കാണുള്ളൂ, അതോ 10 മീറ്റർ കാണോ, 100 മീറ്റർ കാണോ, 1 കിലോമീറ്റർ അപ്പുറത്തേക്ക് കാണോ? അല്ലാഹു അഅലം. ഏതായാലും ഓനുള്ള കാഴ്ച ഉണ്ട് എന്ന് വ്യക്തം വിശ്വസിച്ചാൽ അത് ശിർക്കല്ല. അതുകൊണ്ടാണ് നമ്മളെ കാണുന്ന വിശ്വസിച്ചാൽ ശിർക്കാവാത്തത്. എന്നാൽ മൊഹീദ്ദീൻ ശൈഖിന് ഇപ്പോഴോ ഒരു കാഴ്ചയും ഇല്ല, അതുകൊണ്ട് കാണുമെന്ന വിശ്വാസം തന്നെ ശിർക്കായി. എന്നതുപോലെ ജിന്നിന്റെ കേൾവി ജിന്നിനുണ്ട്. കാരണം ബാങ്ക് കൊടുക്കുന്നത് കേട്ടാൽ ശൈത്താൻ മണ്ടും പറഞ്ഞു, അപ്പം കേൾക്കുന്നുണ്ട്. അൽബക്കറ ഓതിയ ഓടുന്നു പറഞ്ഞു, അപ്പം കേൾക്കുന്നുണ്ട്. അതേപോലെ അവരെ പായിപ്പിക്കാൻ പറഞ്ഞ ഒരുപാട് സംഗതികൾ, ബിസ്മി ചൊല്ലി ഭക്ഷണം കഴിക്കുമ്പോൾ ഇനി നമുക്ക് ഭക്ഷണമില്ല എന്ന് ശൈത്താൻ പറയും. അപ്പൊ ഈ ബിസ്മി ചൊല്ലുവാൻ കേൾക്കുന്നുണ്ട്. ബിസ്മി ചൊല്ലി വാതിലടച്ചാൽ നമുക്കിനി രാത്രി താമസിക്കാൻ ഇവിടെ പറ്റൂല എന്ന് പറയും. അപ്പൊ അവൻ കേൾക്കുന്നുണ്ട്. ജോത്സ്യന്റെ കാതിൽ വന്ന് മന്ത്രിച്ചു കൊടുക്കും. നബിയോട് ചോദിച്ചു ജോത്സ്യന്മാരെ കുറിച്ച്. നബി തങ്ങൾ പറഞ്ഞു അവർ ഒന്നുമല്ല. അപ്പൊ ചോദിച്ചു അവർ പറഞ്ഞ ചില കാര്യങ്ങൾ ശരിയാകുന്നുണ്ടല്ലോ. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു അത് ജിന്ന് തട്ടിയെടുക്കുന്നതാകുന്നു, അതിന്റെ കൂടെ 100 കളവുകൾ കൂട്ടിച്ചേർക്കും. എന്നിട്ട് ഈ ജോത്സ്യന്റെ കാതിൽ കോഴി കുറുകുന്നത് പോലെ കുറുകി മന്ത്രിച്ചു കൊടുക്കും. അപ്പൊ ഇവൻ ജിന്ന് കുറുകി മന്ത്രിക്കുന്നത് ജോത്സ്യൻ കേൾക്കുന്നു. അതുകൊണ്ടല്ല ജോത്സ്യന് ഇവിടെ മറ്റൊരു പങ്കെടുക്കാൻ പറ്റിയത്. അപ്പൊ ഈ കേൾവിയും കാഴ്ചയും ഒക്കെ പ്രമാണം കൊണ്ട് സ്ഥിരപ്പെട്ടു. ആ അടിസ്ഥാനത്തിൽ ആ ഉള്ള കേൾവിയോ ഉള്ള കാഴ്ചയോ ഒരുത്തം വിശ്വസിച്ചാൽ ആ വിശ്വാസം ശിർക്കല്ല. എന്നാൽ മൊഹീദ്ദീൻ ശൈഖിനെ പറ്റി ഇല്ലാത്ത കാഴ്ചയും കേൾവിയുമാണ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നത്, അവിടെയാണ് ശിർക്ക് വരുന്നത്. അപ്പോൾ ജിന്നാവട്ടെ, ഇൻസാവട്ടെ, മലക്കാവട്ടെ, ഏതാവട്ടെ, ഒരു വിളി പ്രാർത്ഥനയാകുന്നത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ചോദിക്കുമ്പോഴാണ്. ഇല്ലെങ്കിൽ പ്രാർത്ഥന എന്ന് പറയാൻ കഴിയില്ല. അതിനർത്ഥം പ്രാർത്ഥന പറ്റും എന്നല്ല. ഇനി നിങ്ങൾ ചോദിച്ചല്ലോ എന്തുകൊണ്ട് പിന്നെ ഹറാമായി? അതാണ് അടുത്ത ചോദ്യം. ജിന്നാകുന്നതോടുകൂടി അത് ഹറാമായി മാറി. ജിന്നാകുന്നതോടുകൂടി ഹറാമായി മാറി പല കാരണങ്ങളാൽ. ഏതുപോലെ മദ്യം കഴിക്കൽ ഹറാമാണ്. എന്തുകൊണ്ട്? ലഹരിയുണ്ട് എന്നതുകൊണ്ട്. മദ്യത്തിൽ ലഹരിയുണ്ട്, ലഹരിയുള്ളതെല്ലാം ഹറാം. ഒരാൾ ചോദിക്കുക എന്നാൽ ലഹരി ഇല്ലാത്ത മദ്യം കഴിക്കാൻ പറ്റുമോ ചോദിച്ചാലോ? ലഹരി ഇല്ലാത്ത മദ്യം കഴിക്കാൻ പറ്റുമോ? ലഹരി ഇല്ലാത്ത മദ്യമാവോ? ലഹരി ഇല്ലാത്ത മദ്യം ഉണ്ടാ. ഇനി ഒറ്റം കട്ടൻ ചായക്ക് മദ്യം എന്ന് പേരിട്ടാലോ ഒരു കുഴപ്പമില്ല, ഓനെ കുടിക്കാം. കട്ടൻ ചായക്ക് പോകാൻ മദ്യം എന്ന് പേരിട്ടു, വായ്മ എഴുതി വെച്ചു മദ്യം, എന്നാ കുടിക്കാൻ പറ്റില്ല എന്ന് അറിയാൻ പറ്റുമോ? അപ്പൊ ലഹരിയുള്ളത് കൊണ്ടാണ് മദ്യം ഹറാം. ലഹരി ഇല്ലാത്തൊരു ഘട്ടം മദ്യത്തിനില്ല. എന്നതുപോലെ ജിന്നാകുന്നതോടുകൂടി അത് ഹറാം. എന്തുകൊണ്ട്? സാധാരണഗതിയിൽ പിശാചുക്കളാണ്, ദുഷിച്ച ജിന്നുകളാണ് മനുഷ്യന്മാരിലേക്ക് ഇറങ്ങുക. മുസ്ലിം ജിന്നുകൾ അവർക്ക് അള്ളാഹും റസൂലും പഠിപ്പിച്ച മര്യാദകൾ പാലിച്ചുകൊണ്ട് അവർ ജീവിക്കുന്നു. മുസ്ലിമുണ്ട്, കാഫിറുണ്ട്, അള്ളാഹ് പഠിപ്പിച്ചതാണ്. നല്ലോനുണ്ട്, ചീത്തയുണ്ട്, വിശുദ്ധ ഖുർആനിൽ അള്ളാഹ് പറഞ്ഞതാണ്. ഈ അവിശ്വാസികളായ ജിന്നുകൾ അതാണ് ശൈത്താന്മാര്. ഇബ്ലീസിന്റെ മക്കളാണ് എല്ലാം. ഇബ്ലീസിന്റെ മക്കളാണ് എല്ലാം. അതിൽ നല്ലോനുണ്ട്, ചീത്തണ്ട്. നല്ലതാണ് സ്വാലിഹായ മുസ്ലിമീങ്ങളായ ജിന്നുകൾ, അല്ലാത്തതാണ് ശൈത്താന്മാർ. ഈ പിശാചുക്കളാണ് മനുഷ്യന്മാരിലേക്ക് ഇറങ്ങുക. എന്തിനായി ഇറങ്ങുന്നത്? മനുഷ്യനെ വഴി തെറ്റിച്ച് ശിർക്ക് ചെയ്ത് നരകത്ത് കൊണ്ടുപോയി ചാടിക്കാൻ. മനുഷ്യനെ ശിർക്കിലേക്ക് കൊണ്ടുപോയി നരകത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് അവൻ വരിക. അതുകൊണ്ട് തന്നെ അവൻ മുഴുവൻ സമയവും നമ്മെ കൊണ്ട് എങ്ങനെ ശിർക്ക് ചെയ്യിക്കാൻ പറ്റും എന്ന പരിശ്രമത്തിലാണ്. അങ്ങനത്തെ ഒരാളുമായി ഒരു ബന്ധവും നമുക്കില്ല. അവൻ നമ്മുടെ ശത്രുവാണ്. ഇന്ന ശൈത്താനക്കും അദുവ്വുൻ ഫത്തഖിദുഹു അദുവ്വാ. പിശാച് നിങ്ങളുടെ ശത്രുവാണ്, ശത്രുവായി കാണണം. അത് ഓനുമായി യാതൊരു ബന്ധവുമില്ല. 24 മണിക്കൂറും തക്കം കിട്ടി നമ്മളെ കൊല്ലാൻ നടക്കുന്ന മനുഷ്യൻ ഓനെ വഴിന്ന് കണ്ട നമ്മൾ ചിരിക്കും കൂടില്ല. കാരണം എന്താ? ഓൻ എന്നെ കൊല്ലാനായിട്ട് എടുക്കരുത്, അത് ഓൻ്റെ അടുത്തേക്കാണ് പോകാൻ പറ്റില്ല അറിയും. എന്ന പോലെ ശൈത്താൻ നമ്മളെ പഴിപ്പിക്കാനായിട്ട് ഒപ്പം കൂടിയാണ്. അത് ഓനറ്റ് യാതൊരു ബന്ധവുമില്ല, അടുക്കാൻ തന്നെ പറ്റൂല. ഭൗതികമായിട്ട് ചോദിച്ചാൽ പോലും ഈ ചോദ്യം വെച്ചുകൊണ്ട് അവൻ നമ്മളെ പിടികൂടും. പിറ്റേന്ന് വേറെ ആവശ്യം ഉണ്ടാകുമ്പോൾ ഇവൻ തന്നെ തോന്നിപ്പിക്കും ഓനെ വിളിച്ചാൽ മതി. അങ്ങനെ ഇവൻ ശിർക്ക് ചെയ്യും. അതാണ് ശിർക്കിലേക്കുള്ള വസീല. ഒന്ന്. മറ്റൊന്ന്, അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു റബ്ബനസ്തംതഅ ബഅദുനാ ബിബഅദിൻ. പരലോകത്ത് വെച്ച് റബ്ബല്ലാത്തവരെ ആരാധിച്ചു പോന്ന ജിന്നും ഇൻസുമായ ആളുകൾ പരസ്പരം കാണുമ്പോൾ അവിടുന്ന് പറയും റബ്ബേ ഞങ്ങൾ പരസ്പരം ആനന്ദമെടുത്തു, പരസ്പരം സുഖമനുഭവിച്ചു. ഉസ്മാൻ സാഹിബിന്റെ മുഖ്യശത്രു എന്ന പുസ്തകത്തിൽ വിശദമായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്.
ഈ ആനന്ദമെടുക്കൽ ഇതിൽ വരുന്നുണ്ട്. ആ ആനന്ദമെടുക്കൽ ഹറാമാണ്, അതുകൊണ്ട് ഇതും ഹറാമാകും. മൂന്നാമത്തെ കാരണം, അള്ളാഹു റസൂലിന്റെ കാലത്ത് ജിന്നുകളുണ്ട്. അതിൽ മുസ്ലിമായ ജിന്നുകളുണ്ട്, അല്ലാത്തവരുമുണ്ട്. മുസ്ലിമായ ജിന്നുകൾ സ്വാഭാവികമായും നബിയുടെ സ്വഹാബിമാരാണ്. എന്നിട്ട് പോലും അള്ളാഹുവിന്റെ റസൂല് ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ പോലും ഒരൊറ്റ ജിന്നിനെയും ഉപയോഗപ്പെടുത്തിയില്ല. ഒരാവശ്യം അവരോട് പറഞ്ഞില്ല. ഭൗതികമായത് പറഞ്ഞില്ല, അഭൗതികമായത് എന്തായാലും പറയില്ല, അശുക്കാണ്. ഭൗതികമായതും പറഞ്ഞില്ല, ഒരാവശ്യം ഉന്നയിച്ചില്ല, ഒരു ഘട്ടത്തിൽ ഉപയോഗപ്പെടുത്തിയില്ല. ബദറും മുഹദും എല്ലാം ഉണ്ടായപ്പോഴും നിങ്ങൾ നാളെ വരണമെന്ന് പോലും പറഞ്ഞില്ല. അപ്പോൾ ആ വഴി നമുക്ക് അനുവദിക്കപ്പെട്ടതല്ല, നമുക്കതിന് അനുവാദമില്ല എന്ന് വ്യക്തമായി. അതുകൊണ്ടും അത് പാടില്ല. ഈ 3 കാരണം കൊണ്ട് ജിന്നാകുന്നത് കൂടി അത് നിഷിദ്ധമായി മാറി. ഭൗതികമായതുകൊണ്ട് ഹലാല് എന്ന് വരൂല. ഭൗതികമാണെങ്കിലും അല്ലാഹു റസൂൽ അനുവദിക്കുമ്പോഴേ ഹലാലാവുള്ളൂ, ഇല്ലാത്തത്തോളം അതെന്തല്ല, ഹലാലല്ല. ഉപചോദ്യമുണ്ട്. ഇപ്പോൾ സത്യത്തിൽ മൗലവി, ഇപ്പോൾ സക്കരിയ മൗലവിക്ക് ഒരു ഗണ്ണനാണ് നടത്തിയത്. കാരണം മുസ്ലിം ജിന്നാണ് എങ്കിൽ വസീലത്തിൽ ഷിർക്കും, കാഫിർ ജിന്നാണെങ്കിൽ ഷിർക്കുമാണ് എന്നാണ് സക്കരിയ മൗലവി പറഞ്ഞിട്ടുള്ളത്. ഇവിടെ മൗലവി പറഞ്ഞ എല്ലാ ജിന്നും അഥവാ മുസ്ലിം ജിന്നും ഒരിക്കലും ബന്ധപ്പെടില്ല മനുഷ്യനായിട്ട്, അവൻ വേറെ സ്ഥലത്ത് ജീവിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാഫിർ ജിന്നാണ്, അത് വസീലയിലെ ഷിർക്ക് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സത്യത്തിൽ സക്കരിയ മൗലവിക്ക് ഒരു എതിരായിട്ടാണ് ഇപ്പോൾ മൗലവി പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. സക്കരിയ മൗലവിന്റെ നേരെ വിപരീതമാണ് മൗലവി പറഞ്ഞിട്ടുള്ളത്. ഈ കാര്യങ്ങൾ ഇപ്പോൾ ഈ മൗലവി ഇവിടെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ സക്കരിയ മൗലവിക്ക് പറഞ്ഞു കൊടുത്താൽ തന്നെ ഈ സംഘടനയിലെ പ്രശ്നങ്ങൾ തീരും. സംഘടനയിലെ പ്രശ്നങ്ങൾ ഓക്കെ. യഥാർത്ഥത്തില് സക്കരിയ ഇതേപോലെ സക്കരിയ സുലൈനെ മുമ്പിൽ വെച്ച് നിങ്ങൾ ചോദിക്കണേ, നിങ്ങൾ പറയും ഇത് ഫൈസൽ മുസ്ലിയാർ പറഞ്ഞ വാദമാണല്ലോ എന്നറിയും. ഫൈസൽ മുസ്ലിയാർ ഞങ്ങളോട് പറഞ്ഞതാണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞത്. യഥാർത്ഥ സക്കരിയ സുലൈ ഞാനീ പറഞ്ഞതിനപ്പുറം ഒരു ഹർഫ് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹവുമായി വിശദമായി ഞാൻ സംസാരിച്ചിട്ടുണ്ട്, ഇന്നും സംസാരിച്ചിട്ടുണ്ട്. ഇതിനപ്പുറം ഒരു ഹർഫ് സക്കരിയ സുലൈയും പറഞ്ഞിട്ടില്ല, ജബ്ബാർ മൗലവിയും പറഞ്ഞിട്ടില്ല, ഒരാളും പറഞ്ഞിട്ടില്ല. എല്ലാവരും പറഞ്ഞത് ഇതേ വാദം തന്നെയാണ്. പിന്നെ ഒരു കഷ്ടം മുറിച്ചത് കൊണ്ട് അപ്പുറത്ത് കാണിച്ചു കൊടുക്കുമ്പോൾ ചിലപ്പോൾ തോന്നും, ഇത് അപകടമാണല്ലോ, അതുകൊണ്ടാണല്ലോ പിന്നെ ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നത് ഉണ്ടായി എന്ന് നമ്മൾ ചില നേതാക്കന്മാർ പ്രസംഗിച്ചത്. ഒരു തെറ്റിദ്ധരിച്ച ഓരോ പറഞ്ഞിട്ട് കാര്യമില്ല. ഓർക്ക് ഇങ്ങനത്തെ ചില ക്ലിപ്പ് കൊണ്ടുപോയി കൊടുത്തു ചില മനുഷ്യന്മാര്. അത് കണ്ടപ്പോൾ ഓര് തോന്നി ഇങ്ങനെയാണോ, എന്നാ പിന്നെ അങ്ങനത്തെ കരിമ്പിലാക്കന്റെയും അലിമറിന്റെയും ഒരു സറഹടക്കാണ് ഈ ക്ലിപ്പ് കേൾക്കുന്നത്, ഓരോ വിശദീകരണം അടക്കം. അപ്പൊ തെറ്റിദ്ധരിച്ചു. അത് സമ്മേളന സുവനീറടക്കം വന്നു, പ്രാർത്ഥിക്കാമെന്ന് വാദിച്ചു. എന്നിട്ട് പിന്നെ വിജനത്തിൽ തിരുത്തേരി പ്രാർത്ഥിക്കാന്നല്ല പറഞ്ഞത് എന്ന് ഇപ്പൊ വിജനത്തിൽ തിരുത്തി വന്നു. അപ്പൊ എല്ലാം അങ്ങനത്തെ സക്കരിയ സുലൈമായി നയിക്കുന്നവരെങ്കിലും സംസാരിക്കാൻ അവസരം ഉണ്ടാവുകയാണെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും സക്കരിയ സുലൈനെ പറ്റി പറഞ്ഞിട്ടത് ശരിയല്ല. അപ്പൊ സക്കരിയ സുലൈ പറഞ്ഞതുകൊണ്ടല്ല സംഘടന പ്രസിഡന്റ് ആയത് എന്ന് മനസ്സിലാവും. ഇതിനപ്പുറം സക്കരിയ സുലൈ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞതുകൊണ്ടാണ് കുഴപ്പമുണ്ടായത് വരാം. ഇത് തന്നെ പറഞ്ഞിട്ടുള്ളൂവെങ്കിൽ ഇപ്പൊ നിങ്ങൾ പറഞ്ഞെന്താ, ഞാൻ ഈ പറഞ്ഞതൊക്കെ സക്കരിയ സുലൈക്ക് പറഞ്ഞിട്ട് പ്രശ്നം തീരുന്ന. അപ്പൊ സക്കരിയ സുലൈ ഞാൻ ഈ പറഞ്ഞതേ പറഞ്ഞിട്ടുള്ളൂ, അപ്പൊ പിന്നെ അതുകൊണ്ടല്ല പ്രശ്നം ഉണ്ടായത്. പിന്നെ പ്രശ്നം ഉണ്ടായത് എന്താണ്, അത് വേറെ ചില മനുഷ്യന്മാരെ കൊണ്ടാണ്. കാരണം ഞാൻ ഈ പറഞ്ഞത് തന്നെ പറഞ്ഞാൽ പ്രശ്നം ഉണ്ടാവില്ല എന്നല്ലേ. ഈ പറഞ്ഞതേ സക്കരിയ സുലൈ പറഞ്ഞുള്ളൂ, ഈ പറഞ്ഞതേ ജബ്ബാർ മൗലവിയും പറഞ്ഞുള്ളൂ. അപ്പൊ അതുകൊണ്ട് പ്രശ്നം തീരുന്നതാണെങ്കിൽ അപ്പൊ പിന്നെ ഓരോ പറച്ചിലുകൊണ്ടല്ല പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. പിന്നെ മിണ്ടാലും അടി എന്ന് പറഞ്ഞ മാതിരി മറ്റോ ഓങ്ങിക്കാണ്. ആ പ്രശ്നമാണ് സംഘടന ഉണ്ടായത്. എന്തു പറഞ്ഞാലും അവിടെ എന്ത് ചെയ്യും, ഇനിയിപ്പോ സക്കരിയ സുലൈ പറഞ്ഞു വയ്ക്കുക ഞാൻ ഈ പറഞ്ഞ എല്ലാം അബദ്ധമാണ്, ഞാൻ തൗബ ചെയ്തു എന്ന് പറഞ്ഞു വയ്ക്കുക, എന്നാ പ്രശ്നം തീരുമോ? എന്നാ തീരുമോ? ഇത് കൊല്ലങ്ങളായി പ്ലാൻ ചെയ്ത് കൊണ്ടുവന്ന് സലഫിയത്തിനെ തകർക്കാൻ ഈ വക പല ഹദീസുകളും തങ്ങളെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്ന് മനസ്സിലായ ചില മനുഷ്യന്മാര് ഇതിനുള്ളിൽ ബാക്കി വന്നപ്പോൾ മടവൂരാൾ ഒപ്പം പോകേണ്ട ചിലർ പോകാതെ അവിടെ നിന്നു. സംഘടനയും സംവിധാനവും ഒക്കെ ഇവിടെ ആയതുകൊണ്ട് പോലെ അവിടെ തരുന്നു. അങ്ങനത്തെ ആളുകളെ ഉള്ളിൽ സിഹറില്ല, കണ്ണേറില്ല, ഈ വക ഏർപ്പാടൊന്നുമില്ല എന്നാണ് ഓല വിശ്വാസം ഇപ്പോഴും. അതിനെതിരായി ഇതൊക്കെ ഉണ്ടെന്ന് പറയണവന് കണ്ണിലെ കരടായി അതൊരു അപശബ്ദമായി ചിലർക്ക് മനസ്സിലായപ്പോൾ ആ കരട് നീക്കുക, ആ അപശബ്ദം നീക്കുക എന്നതിനുള്ള ഒരു അജണ്ടയായിട്ട് ഇത് നടപ്പാക്കി. അത് തൽക്കാലം ഒരു ബോംബാണിട്ടു, ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കാന്നാ പറയണത്. അപ്പൊ സാധാരണക്കാർക്ക് അറിയില്ലല്ലോ, ഓല അവിടുന്ന് ഇവിടുന്ന് കേട്ടപ്പോൾ എന്താണെന്ന് ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കാന്നോ, എന്നാ പിന്നെ പോണേക്ക് പോട്ടെ, സക്കരിയ സുലൈ ആയാലും വേണ്ടില്ല, ഹുസൈൻ സലീഫ് ആയാലും വേണ്ടില്ല, ആരായാലും വേണ്ടില്ല, നമുക്കൊരാവശ്യമില്ല എന്ന് സാധാരണക്കാർ തീരുമാനിക്കും. ആ ഒരു പോയിന്റ് ദുരുപയോഗം ചെയ്തിട്ട് ചില മനുഷ്യന്മാർ പ്രശ്നം ഉണ്ടാക്കി. അപ്പൊ സക്കരിയ സുലൈയോട് ഈ വിഷയം പറഞ്ഞെടുക്കേണ്ട ഒരു ആവശ്യമില്ല, ഞാൻ ഈ പറഞ്ഞത് തന്നെയാണ് സുലൈ പറഞ്ഞത്, അത് പറഞ്ഞാൽ പ്രശ്നം തീരുമെന്നാണെങ്കിൽ അദ്ദേഹം അത് ആദ്യമേ പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും തീർന്നിട്ടില്ല. അപ്പൊ അതല്ല പ്രശ്നത്തിന്റെ കാരണം.